അനന്തരം വിശുദ്ധർ ഫെബ്രുവരി 17 പരിശുദ്ധ മറിയത്തിൻ്റെ ദാസന്മാർ. യേശുവിൻ്റെ സഹനങ്ങളെയും മാതാവിൻ്റെ 7 ദുഃഖങ്ങളെയും ധ്യാനിക്കുവാനും അനുദപിക്കുന്നവർക്ക് ആത്മീയ പോഷണത്തിനുള്ള ഒരു ചെറിയ സമൂഹമെന്ന നിലയിൽ 7 മഹാന്മാർ കൂടിയാണ് സെർവിറ്റെ സഭ സ്ഥാപിച്ചത്. 13-ാം നൂറ്റാണ്ടിലെ സംഘർഷങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയ്ക്ക് ദൈവം ഫ്ലോറൻസിലുള്ള 7 കുലജാതന്മാരായ വ്യക്തികളെ വിളിക്കുകയും 1233 അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും വളരെ ഭക്തിപൂർവ്വം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യകാമറിയം അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധിയാൽ പൂർണ്ണമായൊരു ജീവിതം നയിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് തങ്ങളുടെ കുടുംബമഹിമയും സമ്പത്തും പരിഗണിക്കാതെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചണം കൊണ്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് അവർ ഒരു കൊച്ചു കെട്ടിടത്തിലേക്കവർ താമസം മാറുവാൻ ഇടയായി. ഈ സഭയിലെ അംഗങ്ങളുടെ കഠിനമായ എളിമയിലൂന്നിയ ജീവിത രീതികൾ മൂലം ഇവരുടെ നേട്ടങ്ങൾ അധികമായി പുറത്ത് അറിയപ്പെട്ടില്ല. എന്നിരുന്നാലും തുടർച്ചയായ ദൗത്യങ്ങൾ വഴി പല മഹത്തായ നേട്ടങ്ങളും കൈവരുത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. സങ്കടപ്പെടുന്നവരുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിലും അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനും ഈ സന്യസ്തർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ അമ്മ അവളുടെ വിശുദ്ധ ജീവിതം ആരംഭിച്ച സെപ്റ്റംബർ 8 തന്നെയായിരുന്നു ഈ സന്യസ്ത സമൂഹത്തിനും തുടക്കം കുറിച്ചത്. അധികം താമസിയാതെ അവർ ഫ്ലോറൻസിലെ തെരുവുകൾ തോറും അലഞ്ഞ് ഭവനങ്ങളിൽ ഭിക്ഷയാചിക്കുന്നതായി കാണപ്പെട്ടു. പരിശുദ്ധ മറിയത്തിൻ്റെ ദാസന്മാർ എന്ന് ആ പ്രദേശത്തെ ബാലികാബാലന്മാർ തങ്ങളെ വിളിക്കുന്നതായി അവർ കേട്ടു. ഈ കുട്ടികളിൽ അപ്പോൾ 5 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന വിശുദ്ധ ഫിലിപ്പ് ബെനീസിയും ഉണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അവർ മോണ്ടെ സെനാരോയോവിൽ പ്രാർത്ഥനയും അനുതാപവും ധ്യാനവുമായി ഏകാന്തവാസം നയിച്ചു പോന്നു. 1888 ലിയോ 13 മാർപ്പാപ്പ ഈ 7 ദൈവിക മനുഷ്യരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി 17 അവരുടെ തിരുനാൾ ആയി അംഗീകരിക്കുകയും ചെയ്തു.